വെൽക്കം ടു FM മെഡോണ 39.25. പറയാം പാടാം കേട്ട് രസിക്കാം. നിങ്ങളോടൊപ്പം ഞാൻ RJ മഫാസ 5th C. കൂട്ടുകാരെ, അറിവും സൗകര്യങ്ങളും കൂടുന്നതനുസരിച്ച് മനുഷ്യന്റെ വിവേകവും സ്വാർത്ഥതയും കൂടുമോ? ആർദ്രമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നാം മറന്നുപോകുമോ? മനുഷ്യൻ കുന്നുകളുടെ ഹൃദയം തുരന്നെടുത്ത് മണിമാളികകൾ കെട്ടിപ്പൊക്കിയപ്പോൾ പ്രകൃതി തിരിച്ചടിച്ചത് ഒരു നാടിനെ ആകെ തുടച്ചു നീക്കിക്കൊണ്ടായിരുന്നു. കൂട്ടുകാരി, ഇന്ന് ജൂലൈ 30. കഴിഞ്ഞ വർഷം ഇതേ സമയം നാം ഒരു ദുരന്തത്തിന്റെ ഞെട്ടലിലായിരുന്നു. വയനാട്ടിലെ മുണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ നഷ്ടമായത് അനവധി ജീവനുകളായിരുന്നു. ഒരുപാട് ജീവിതങ്ങളായിരുന്നു, പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു. മുണ്ടക്കൈ ദുരന്തങ്ങളിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് മെഡോണയുടെ പ്രണാമം. കേവലം പരിസ്ഥിതി ദിനത്തിന് മാത്രം ഒതുങ്ങേണ്ടതല്ല നമ്മുടെ പ്രകൃതി സ്നേഹവും പ്രകൃതി സംരക്ഷണവുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോ ദുരന്തങ്ങളും. നമ്മുടെ തൊട്ടടുത്ത് ചെറുവത്തൂരിലെ വീരമലയും അപകടാവസ്ഥയിലാണ്. ഈ മഴക്കാലം ദുരന്തങ്ങൾ ഇല്ലാതെ കടന്നു പോകാൻ പ്രാർത്ഥിക്കാം. നമുക്ക് നല്ല മനസ്സുള്ളവരാവാം, ആർദ്രതയുള്ളവരാവാം, പ്രകൃതിയെ നോവിക്കാതെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാകാം. ഒരു തൈ നട്ട് ഒരു തണൽ നേടാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. കൂട്ടുകാരെ, ചില പുത്തൻ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? നമ്മോടൊപ്പം ആറടിയിലെ ബേവൽ ജോസ് ചേരുന്നു. ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ചെസ് മത്സരത്തിലെ MS ധോണിയെ കുറിച്ചാണ്. കേട്ടപ്പോൾ അത്ഭുതം തോന്നുന്നു അല്ലേ? ക്രിക്കറ്റിലല്ലേ MS ധോണി ഉള്ളത്? കൂട്ടുകാരെ, ചതുരം കളത്തിലെ MS ധോണി എന്നറിയപ്പെടുന്ന ദിവ്യ ദേശ്മുഖ് എന്ന 19 വയസ്സുള്ള പെൺകുട്ടിയാണ്. കഴിഞ്ഞ ദിവസം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഒരു അത്ഭുത മത്സരത്തിന് സാക്ഷ്യം വഹിച്ചു. മറ്റൊന്നുമല്ല, ഒരു രാജ്യത്തിന്റെ തന്നെ 2 താരങ്ങൾ ഫൈനലിലെത്തിയ ഒരു അപൂർവ മത്സരം. ആര് ജയിച്ചാലും ആ രാജ്യത്തിന് തന്നെ കിരീടം. രാജ്യം മറ്റേതുമല്ല, നമ്മുടെ ഇന്ത്യ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ മത്സരത്തിൽ പരസ്പരം ഏറ്റുമുട്ടിയത് ആകട്ടെ ഇന്ത്യൻ താരങ്ങളായ കെനേരു ഹംപിയും ദിവ്യ ദേശ്മുഖ് എന്നിവരായിരുന്നു. കടുത്ത പോരാട്ടം നടന്ന ഫൈനലിൽ ദിവ്യ ദേശ്മുഖ് കിരീടം നേടി. ഇന്ത്യയിലെ ആദ്യ വനിതാ ചെസ് ലോകകപ്പ് ജേതാവ് എന്ന നേട്ടത്തിന് അർഹയായി. ഫൈനലിലെ തന്റെ എതിരാളിയായ കെനേരു ഹംപി 2002 മാസ്റ്റർ ആകുമ്പോൾ ദിവ്യ ദേശ്മുഖ് ജനിച്ചിട്ട് കൂടിയില്ലായിരുന്നു. എന്തായാലും നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഈ ഫൈനൽ മത്സരം. കൂട്ടുകാരെ, എതിരാളി ആരായിക്കോട്ടെ, കഠിനാധ്വാനവും വിജയിക്കണമെന്ന ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ ആരെയും തോൽപ്പിക്കാനും ഏത് വിജയവും നേടാനും നമുക്ക് സാധിക്കുമെന്ന് ദിവ്യ ദേശ്മുഖിന്റെ ഈ വിജയം സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ ഓരോരുത്തരും ആത്മവിശ്വാസം ഉള്ളവരാകൂ, പരിശ്രമിക്കൂ, വിജയം നേടൂ. താങ്ക് യു ബേബൽ. ഇന്ത്യയുടെ അഭിമാന താരം ദിവ്യ ദേശ്മുഖിന് അഭിനന്ദനങ്ങൾ. ഇനി കേൾക്കാം അറിയാം കറണ്ട് ക്ലിക്സ്. മെറ്റ ഇന്ത്യയുടെ പുതിയ മേധാവി ആരാണ്? ഉത്തരം അരുൺ ശ്രീനിവാസ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സൽഖാൻ ഫോസിൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തർപ്രദേശ്. കൂട്ടുകാരെ, കറണ്ട് ക്ലിക്സ് ശ്രദ്ധിച്ചു കേട്ടുവല്ലോ. വീണ്ടും കേൾക്കുന്നതുവരെ ദിസ് ഈസ് RJ മഫാസ സൈനിങ് ഓഫ്. നിങ്ങൾ ഇതുവരെ കേട്ടത് FM മെഡോണ 39.25. പറയാൻ പാടാം കേട്ട് രസിക്കാം.